അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിലുള്ള ഒരു ഹിഫ്ള് കോളേജിലാണ്. പേര് ഇഖ്റ ഹിഫ്ള് ഖുർആൻ കോളേജ്, പൂനൂർ അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാമാണ് നമ്മളെ കബീർ നൂറാനി ഉസ്താദ്. ഡ്രസ്സിങ്ങിൽ നിങ്ങൾ നോക്കേണ്ട ഉസ്താദാണ് കബീർ നൂറാനി ഉസ്താദ്. നമ്മളെ പൂനൂരിലെ ഏറ്റവും പൗരപ്രമുഖനായ നമ്മളെ അദ്റുവാജിൻ്റെ മകനാണ്. നമ്മളൊരു ഒരുപാട് കാലത്തെ ബന്ധമുള്ള ആളാണ്. അപ്പോൾ ഇവരുടെ ഒരു സ്ഥാപനമാണ്. അപ്പോൾ പല ദർസിലേക്കും ഇപ്പോൾ ഇന്നെ ഇവിടേക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് വല്ല പാട്ട് പാടാനോ അല്ലെങ്കിൽ ജഡ്ജ് നിൽക്കാനോ ക്ലാസ് എടുക്കാനോ അങ്ങനെ. പക്ഷേ ഇവർ പറഞ്ഞ ഞങ്ങളെ സ്പോർട്സ് ഡേ ആണ്, അപ്പോൾ അതിന് നിങ്ങൾ ഗസ്റ്റായിട്ട് കുട്ടികൾക്ക് ഒരു എന്താ പറയുക ഒരു സന്തോഷത്തിന് വരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വലിയൊരു സന്തോഷമായി. കാരണം നമ്മൾ ഈ ഒരു ആധുനിക കാലത്ത് നമ്മുടേതായ എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ ഒരു സീമകളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യം കൂടി എന്താക്കണം പരിപോഷിപ്പിക്കണം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ ഉസ്താദെ എന്തൊക്കെയാണ്? അസ്സലാമു വലൈക്കും സലാം. എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നത്? ഇത് സാധാരണ ഇപ്പോൾ നമ്മൾ ഇതുവരെയുള്ള സ്ഥാപനങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ആഴ്ചയിലൊരു ദിവസം കളി കൊടുക്കുന്നുണ്ടെങ്കിലും കുട്ടികളുടെ ഒരു ഫ്രീഡം, കുട്ടികളുടേതായ ഒരു ഫ്രീഡം കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് ദിവസവും 1 മണിക്കൂർ കളി നിർബന്ധമാക്കിയിട്ട് അവരെ കളിപ്പിക്കുക എന്നുള്ളൊരു അതിനായിട്ടുള്ള ഈ ഗ്രൗണ്ട് അതിനായിട്ട് സെറ്റാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളിൽ പഠനത്തിൻ്റെ മികവിലും അതേപോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ മികവൊക്കെ തന്നെ വളരെ ഉഷാറാണ്. അവരുടെ പേരൻസും എല്ലാം ഷെയർ വെക്കാറുണ്ട്. വളരെ സന്തോഷത്തിലാണ്. സ്കൂളിൽ നിന്നൊക്കെ നല്ല സ്പോർട്സിലോ കഴിവുള്ള കുട്ടികൾ ഈ ദർസിലേക്കും കോളേജിലേക്ക് എത്തുമ്പോൾ അവരെ കഴിവ് ചിലപ്പോൾ ഒരുപാട് ആളുകൾ അത് ഒഴിവാക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഒന്നും കൂടി എന്താ പറയുക കായികപരമായിട്ടും നമ്മൾ എന്താണ് മുമ്പിലെത്തണം എന്നുള്ളതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ്. ഉസ്താദ് ഞങ്ങൾ നോക്കേണ്ട ഫ്രീക്ക് ലുക്കിലാണ്. സ്പോർട്സ് ഡേ ആയതുകൊണ്ടാണ് ആ ഒരു കുട്ടികളിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് വലിയ സന്തോഷം. അപ്പോൾ നമുക്ക് കുട്ടികളുടെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് അഭിപ്രായം ചോദിച്ചു നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കൂടാണ്. അസ്സലാമു അലൈക്കും. സലാം. ഇതാരെങ്കിലും ഒന്ന് പിടിച്ചോളൂ. വലിയ സന്തോഷത്തിലാണ് എല്ലാവരും. എന്താ പറയുക, സ്പോർട്സ് ഡേ ആണ് അല്ലേ? എന്തൊക്കെയാണ് വിശേഷം? സ്പോർട്സ് ഡേ ആണ്. എന്തൊക്കെ മത്സരങ്ങളാണ് ഇന്ന് ഇവിടെ നടന്നത്? ബലൂൺ പൊട്ടിക്കല്, പിന്നെ റൺ റേസ്, ഇങ്ങനെ വെറൈറ്റികളായിട്ടുള്ള പരിപാടികൾ. പിന്നെ ഇനി കമ്പവലി ഉണ്ട്, കബഡി വരാണ്ട്, ഫുട്ബോൾ ഉണ്ട്. ഇപ്പോൾ വരുമ്പോൾ പെനാൽറ്റി ആണല്ലേ? പെനാൽറ്റി ഷൂട്ടൗട്ട് ആണ്. അത് വെറൈറ്റി ആണ്. പോസ്റ്റിൻ്റെ അടിയിൽ ഒരു ഗോളില്ലാതെ അല്ലേ? അതെ, ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി അടിക്കുന്ന പോലെയാണ്. പിന്നെ അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് നിങ്ങൾ കളി ഉണ്ടായിരുന്നു അല്ലേ? അതെ, വൈകുന്നേരം സ്ഥിരമായിട്ട് കളി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നാട്ടിലൊക്കെ നല്ല നല്ല കളിക്കാരനറിയില്ല? ഫുട്ബോൾ പ്ലെയർ ആരുണ്ടോ? കളിക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ടോ? എല്ലാവരും അത്യാവശ്യം നല്ല കളിക്കുന്നവർ തന്നെയാണ്. സ്കൂളിൽ നിന്നൊക്കെ കളിച്ചവരുണ്ടാവും അല്ലേ? അതെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ജസ്റ്റ്. അപ്പോൾ എന്താ കാണുന്നിട്ട്? ഉഷാറാണ് അല്ലേ? ഞാൻ പൊതുവെ ഇന്ന പരിപാടി കളിക്കാറ് പാട്ടുമായിട്ട് ബന്ധപ്പെട്ട, പക്ഷേ ഇവിടേക്ക് സ്പോർട്സിന് വിളിച്ചപ്പോൾ അതൊരു വെറൈറ്റി ആയി വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അത് പറ്റും. ഏതാളെ പാട്ട് സ്പോർട്സ് പോലെ തന്നെ നല്ല എന്താ പറയാ കലാകാരന്മാരാണ് അല്ലേ? ഏതാ പാട്ട് വരുന്നവരാ? किताब तेरा न बन सकेगा
ना बन सकेगा मिसाल तेरी जवाब तेरा പൂർണിമ ചന്ദ്രൻ തോൽക്കുന്ന ചന്തം പൂവായിരം വീശിരാത്ത ഗന്ധം മുത്ത് റസൂലിൻ എന്തെന്തു ചന്തം മിസ്കാരിലെന്നാണിക്കുന്ന ഗന്ധം. മാഷാ അല്ലാ. സ്പോർട്സ് പോലെ തന്നെ കലാപരമായിട്ടും നല്ല കഴിവുള്ള നാളെ പരിപാടി ഉണ്ട്. ഇൻഷാ അല്ലാ പറ്റുകയാണെങ്കിൽ ഞാൻ വരും. ജസ്റ്റ് ഒരു ഗോൾ അടിച്ചാൽ എന്നിട്ട് നമുക്ക് നിർത്താം അല്ലേ? ഓക്കെ മാഷാ അല്ലാ. ഇൻഷാ അല്ലാ ഞങ്ങൾ പോട്ടെ. നല്ല വലിയ സന്തോഷം. ഓക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മളെ പരിപാടിക്ക് വേണ്ടിയിട്ട് പിന്നെ ക്ഷണിച്ചപ്പം വന്നതാണ് നമ്മളെ ഷമാസ് കാന്തപുരം, നമ്മുടെ അടുത്ത സുഹൃത്താണ്. അല്ലാഹു തആല വലിയ ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ കുട്ടികളും ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും.